1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. അർദ്ധരാത്രിയിലും ക്രഷർ പ്രവർത്തനം. അരീക്കോട് വാലില്ലാപ്പുഴ ഫ്രണ്ട്സ് ക്രഷറിന് മുന്നിൽ കണ്ടെയ്നർ ലോറികൾ തടഞ്ഞു നാട്ടുകാർ. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ലെന്നും അസുഖം ബാധിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. എന്നാൽ രാത്രിയിലും ലോറി ഓടിക്കാനുള്ള ഹൈക്കോടതി വിധിയുണ്ടെന്നാണ് കോറി ഉടമകൾ പറയുന്നത്. വാഴക്കാട് അരീക്കോട് പോലീസ് സ്ഥലത്തെത്തി. കീഴുപറമ്പ് പഞ്ചായത്തിലെ മലയോര മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന ഫ്രണ്ട്സ് ക്രഷർ ആൻഡ് എംസാൻഡ് യൂണിറ്റ് എന്ന സ്ഥാപനത്തിന്റെ അനിയന്ത്രിത പ്രവർത്തനത്തിനെതിരെയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നാട്ടുകാർ കണ്ടെയ്നർ ലോറി തടഞ്ഞ് പ്രതിഷേധിച്ചത്. ക്രഷറിന്റെ പ്രവർത്തനം 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണെന്നും എന്നാൽ ഇവിടെ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെന്നും രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. അരീക്കോട് പോലീസിലും മറ്റും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നും ഇവർ പറയുന്നു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സാധാരണ ഒരു ക്രഷറിന്റെ പ്രവർത്തന സമയം. ഇവർ രാവിലെ 6 മണി മുതൽ മോർണിംഗ് 6 മണി വരെ 24 അവേഴ്സാണ് ക്രഷർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞാൽ പിന്നെ ഓഫാക്കി ഇടാതെ കണ്ടിന്യൂ ആയിട്ട് ലോറികൾ പിന്നെ ട്രാവലിങ്, ലോഡ് കയറ്റൽ, ഇറക്കൽ ആയിട്ട് ആ സമയത്തുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളായ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ പ്രയാസമുണ്ട്. അതുപോലെ തന്നെ രോഗികളായി പിന്നെ ഈ ഡസ്റ്റിൻ്റെ റിയാക്ഷൻ കൊണ്ട് പിന്നെ സൈനസൈറ്റിസ്, അതുപോലെ തന്നെ മറ്റു സ്കിൻ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് കാലമായിട്ട് ഈ ക്രഷറായിട്ടൊക്കെ പിന്നെ മാന്യമായിട്ടൊക്കെ സംസാരിച്ചതാണ്. പക്ഷേ ഇവരൊരു ഗുണ്ടായിസം നിലനിൽക്കാണ് ഈ ക്രഷർ പ്രവർത്തിക്കുന്നത്. ഈ പരിസരത്ത് 10-15ഓളം ക്രഷറുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ രാവിലെ 6 ടു വൈകുന്നേരം 6 മണി വരെയാണ്. ഇവർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഉറങ്ങാനോ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ ഉറങ്ങാനോ ഒന്നും കഴിയുന്നില്ല. ഈ ക്രഷറിൻ്റെ മേലെ ഈ ചൂരൽമയൻ്റെനായിട്ട് അപ്പുറം വരാൻ പോകുന്നത്. ഇത് ഞങ്ങളെ കുട്ടികളും മക്കളൊക്കെ ഇനി മണ്ണിൻ്റെ അടിയിൽ പോകാൻ. അയാൾ പറഞ്ഞെന്താണ്, ഇതിന് എത്ര ആര് വന്ന് ഇടിച്ച് പോയാലും ഞാൻ ഗൾഫിക്ക് ഒരു പോക്കുമെന്ന, ആര് മണ്ണിൻ്റെ അടി പോയാലും ഞാൻ ഗൾഫിക്ക് ഒരു പോക്കുമെന്ന മൂപ്പര് ഡ്രൈവറെ അടുത്ത് മൂപ്പര് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് രാവും പാലും 6 ടു 6 ഉള്ളൂ. ഏത് ക്രഷറായാലും 6 ടു 6 ഉള്ളൂ പെർമിറ്റ്. ഇയാൾക്ക് ഇയാൾ എല്ലാ ടൈമിനും 8:45 10 മണിക്ക് ഏത് ടൈമിനും ഇയാൾ വർക്ക് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇതിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾക്ക് ഒരേ അസുഖമുള്ള 15 കുട്ടികൾ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരും. ഒരേ അസുഖം ശ്വാസം മുട്ടിയിട്ട് എന്ന് തുമ്മലും ചീറ്റലുമായിട്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇയാൾ CI പറഞ്ഞു 7 മണി വരെ നിങ്ങൾ ടൈം കൊടുത്തുവിടാൻ. ഇയാൾ ഇന്നലെ പോയി 8:45 പോയി, 10:45 പോയി. CCTV ഇവിടെ ഉണ്ട്, എടുത്ത് നോക്കിയാൽ കാണാം. ഇയാൾ അവിടെ അയാൾ ഒരു ഫുള്ളില്ല, ഗുണ്ടായിസാണ് കാണിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണെടുപ്പും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് നമ്മുടെ ഇവിടുത്തെ വാലില്ലാപ്പുഴ അങ്ങാടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ട് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ഒരു അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണിത്. ഞങ്ങൾ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ ഒരിക്കലും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. 2018 അന്ന് കട്ടിപ്പാറ ദുരന്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് മണ്ണിടിച്ചിലും ഇവിടെ അനധികൃതമായി കൂട്ടിവെച്ചിരുന്ന മണ്ണിൽ നിന്ന് മണ്ണിടിഞ്ഞ് എൻ്റെ വീട്ടിലേക്കൊക്കെ വന്നു. അന്നത് മീഡിയ 1 ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ തുടർന്ന് ഇപ്പോഴും അത് നിർലോഭമായിട്ട് ആ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 15-16ഓളം കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ബ്രോങ്കൈറ്റിസിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയാനിപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ അപ്പോൾ അവസാനം പറഞ്ഞു ഇത് രാത്രിയിൽ ഇവിടുന്ന് ലോഡ് കയറ്റുന്നതും ഇവിടെ കൂടെ പോകുന്ന ഇതുകൊണ്ട് ലോറികൾ സഞ്ചരിക്കുന്ന ഇഷ്ടംപോലെ വണ്ടികൾ സഞ്ചരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് രാത്രിയിൽ ഉറങ്ങാനോ അങ്ങനെയുള്ളൊക്കെ ബുദ്ധിമുട്ടുണ്ട്. വാഹനം തടഞ്ഞതോടെ വാഴക്കാട് അരീക്കോട് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി വാഹനം തടഞ്ഞവരെ മാറ്റി. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വന്ന് പരിശോധന നടത്തണമെന്നും ഉരുൾപൊട്ടൽ മറ്റ് സാധ്യതകളില്ല എന്ന് ഉറപ്പു ലഭിക്കണമെന്നും ഇവർ പറയുന്നു. പ്രദേശത്ത് നേരത്തെ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടെന്നും ഇപ്പോഴും പലപ്പോഴായി മണ്ണിടിച്ചിലുകൾ നടക്കുന്നുണ്ടെന്നും സമരക്കാർ ആരോപിക്കുന്നു. പ്രദേശവാസികൾ മരണഭയത്തിലാണെന്നും അധികാരികൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർക്കും SP-ക്കും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ക്വാറിക്ക് ചുറ്റും താമസിക്കുന്ന 15ലേറെ കുട്ടികൾക്ക് ഒരേ അസുഖം ബാധിച്ചവരുണ്ടെന്നും ആരോഗ്യ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പരിശോധന നടത്തണമെന്നും ഇവർ പറയുന്നു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.